സഖാവ് കെ.സി. ബാലകൃഷ്ണൻ രക്തസാക്ഷി ദിനത്തിന്റെ ഭാഗമായി ജില്ലയിലുടനീളം ഇപ്പോഴത്തെ സാഹചര്യം മനസ്സിലാക്കി വേനൽക്കാലവും നോമ്പുകാലവും ആയതുകൊണ്ട് ബ്ലഡ് ബാങ്കിൽ രക്തത്തിന്റെ കുറവ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എല്ലാ ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിലും ഇത്തരത്തിലുള്ള ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്തുവാൻ വേണ്ടി ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റി ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയുടെ ബ്ലഡ് ബാങ്കുമായി സഹകരിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട്. കെ.സി. ബാലകൃഷ്ണൻ ഡിവൈഎഫ്ഐയുടെ മുണ്ടൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ സെക്രട്ടറിയായിരുന്നു. സഖാവ് ഉശിരനായ പ്രവർത്തനായിരുന്നു. അദ്ദേഹത്തിന്റെ ആദർശാത്മകമായ ശക്തമായ നിലപാടിൽ വെളിപൂണ്ട ഒരു പറ്റം RSS ക്രിമിനലുകൾ സഖാവ് വർക്ക് ചെയ്യുന്ന പുതുപ്പരിയാരം ബാങ്കിൽ വെച്ച് സഖാവിനെ അതിനിഷ്ഠൂരമായി കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി. വർഷങ്ങളായി സഖാവിന്റെ ദിനാചരണം ഇത്തരത്തിലുള്ള വിപുലമായ പരിപാടികൾ കൂടിയാണ് ആചരിക്കാറും. സഖാവിന്റെ സ്മരണ കൂടുതൽ കരുത്തുറ്റ പോരാട്ടങ്ങൾക്ക് ഊർജമുണ്ട്. ജില്ലയിൽ വർഷങ്ങളായി രക്തദാനം ചെയ്യുന്നതിൽ എന്നും മുൻപന്തിയിലുള്ള ഡിവൈഎഫ്ഐ ആണ്. ഏതൊരു ബ്ലഡ് ബാങ്ക് എടുത്ത് പരിശോധിച്ച് നോക്കിയാലും അവിടെ ഏറ്റവും കൂടുതൽ ക്യാമ്പ് സംഘടിപ്പിച്ചുകൊണ്ട് രക്തം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന യുവജന പ്രസ്ഥാനം ഡിവൈഎഫ്ഐ ആണ്. ഞാൻ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ ബ്ലഡ് സെന്ററിന്റെ മെഡിക്കൽ ഓഫീസറാണ്. ഇന്ന് പട്ടാമ്പി ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് കമ്മിറ്റി നടത്തുന്ന രക്തദാന ചടങ്ങിലാണ് നമ്മളുള്ളത്. കെ.സി. ബാലകൃഷ്ണൻ സഖാവിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയുള്ള രക്തദാന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഈ കൊടും വേനലിലും പ്രത്യേകിച്ച് നോമ്പുകാലത്തൊക്കെ ബ്ലഡ് കിട്ടാനുള്ള പരിമിതി കൊണ്ട് യുവജന സംഘടന നടത്തുന്ന ഈ നല്ലൊരു സംരംഭം വളരെ ഒരു നല്ല കാര്യമാണ്. ഒരുപാട് സാധാരണക്കാർക്കും പാവങ്ങൾക്കും ഇതിന്റെ ഗുണങ്ങൾ ലഭിക്കും. പിന്നെ രക്തം ദാനം നൽകുക എന്നത് ഒരാള് രക്തം ദാനം ചെയ്യുമ്പോൾ 3 പേർക്ക് അതിന്റെ ഗുണം ലഭിക്കുന്നുണ്ട്. ചിലർക്ക് നമ്മൾ ഫുള്ളായിട്ട് ബ്ലഡ് കൊടുക്കും, ചിലർക്ക് അതിന്റെ 3 പാർട്ടായി തിരിച്ച് ഏതൊരു പാർട്ടാണോ ആവശ്യമുള്ളത് ആ ഭാഗം മാത്രം കൊടുത്തിട്ട് 3 പേരെ സഹായിക്കുക എന്നുള്ള നല്ലൊരു ദൗത്യം കൂടി ഇതിലുണ്ട്. ഇതിന് സന്നദ്ധരായ പ്രിയപ്പെട്ട ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകന്മാർക്ക്, സഖാക്കൾക്ക് എൻ്റെ അഭിവാദ്യം അർപ്പിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കും.
ഇപ്പോൾ നമ്മുടെ സർക്കാർ തലങ്ങളിലുള്ള ആശുപത്രികളിൽ കഴിഞ്ഞ 10 വർഷത്തിനടുത്ത് 9 വർഷത്തിന്റെ മുകളിലായി ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ സർക്കാർ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഭരണത്തിലും ഈ ഭരണത്തിലുമായിട്ട് ജനങ്ങൾക്ക് പ്രൈവറ്റ് ആശുപത്രികളിൽ ലഭിക്കാവുന്ന ചികിത്സകളുടെ വലിയൊരു ഭാഗം നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ തന്നെ ലഭിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ തന്നെ നല്ലൊരു ബ്ലഡ് സെന്റർ ഉണ്ട്, ഡയാലിസിസ് യൂണിറ്റ് ഉണ്ട്. പിന്നെ അങ്ങനെ ഓരോ മേഖലയിലും സർക്കാർ തലങ്ങളിൽ സ്വകാര്യ സ്ഥാപനങ്ങളെ വെല്ലുവിളിക്കുന്ന രൂപത്തിൽ തന്നെ സർക്കാർ ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ സന്നദ്ധമായിട്ടുണ്ട്. നമ്മുടെ ആരോഗ്യ വകുപ്പും നമ്മുടെ മുഖ്യമന്ത്രിയുടെയൊക്കെ നല്ല ഇടപെടലുകളാണ് നമുക്ക് അങ്ങനെയുള്ള ഒരു സേവനം ലഭിക്കാനുള്ള ഒരു കാരണം. ഈ സർക്കാർ ഇനിയും മുന്നോട്ട് പോകട്ടെ എന്നാണ് സാന്ദർഭികമായിട്ട് എനിക്ക് ആശംസിക്കാനുള്ളത്.